പ്ലസ് ടു ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും PSC ഹോൾ ടിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യയിലെ ധാതുക്കളാണ്. ഇത് പാർട്ട് 1 ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ധാതു വിഭാഗങ്ങളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ലോഹധാതുക്കൾ വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നിവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, മാംഗനീസ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയ്ക്ക് ഉദാഹരണം സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ധാതു ഇന്ധനങ്ങൾ, മറ്റു ധാതുക്കൾ. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണം അഭ്രം. ഒന്നും കൂടി പറയാം. ധാതു വിഭവങ്ങളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്നും. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, മാംഗനീസ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവ. അലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ധാതു ഇന്ധനങ്ങളെന്നും മറ്റ് ധാതുക്കളെന്നും. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണം അഭ്രം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂരാണ്. ഛോട്ടാ നാഗ്പൂരാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇത് മാറിപ്പോവരുത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ്. ധൻബാദിലാണ് ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ധൻബാദ് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഇരുമ്പയിരിൻ്റെ കലവറകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്. കർണാടക, ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇരുമ്പയിരിൻ്റെ കലവറകൾ ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക, ജാർഖണ്ഡ്. ഒഡീഷ 52%, ഛത്തീസ്ഗഡ് 16%, കർണാടക 14%, ജാർഖണ്ഡ് 11% എന്നിങ്ങനെയാണ് ഇരുമ്പയിർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിർ ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. ഒഡീഷയിലെ പ്രധാന ഇരുമ്പയിർ ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. ജാർഖണ്ഡിലെ പ്രധാന ഇരുമ്പയിർ ഖനന മേഖലകളാണ് സിംഗ്ബം, ദുർഗ്. ജാർഖണ്ഡിലെ ഖനന മേഖലകളാണ് സിംഗ്ബം, ദുർഗ്. കർണാടകത്തിലെ ഇരുമ്പയിർ ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. കർണാടകത്തിലെ പ്രധാന ഇരുമ്പയിർ ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഇവയെ കൂടാതെ ഗോവയിലും തമിഴ്നാടും ഇരുമ്പയിർ ഖനന മേഖലകളുണ്ട്. ഗോവയിലെ ഇരുമ്പയിർ ഖനന മേഖലയാണ് മർമഗോവ. തമിഴ്നാട്ടിലെ ഇരുമ്പയിർ ഖനന മേഖലയാണ് സേലം, നീലഗിരി. ഇരുമ്പയിർ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനം. ഇരുമ്പയിർ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് പോർട്ടോ നോവോ.
1830 പോർട്ടോ നോവോയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് കുൾട്ടി. 1870 പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് HSLന്റെ 3 യൂണിറ്റുകൾ ഭിലായ്, റൂർക്കല, ദുർഗാപൂർ. ഭിലായ്, റൂർക്കല, ദുർഗാപൂർ ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച 3 യൂണിറ്റുകൾ. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഉള്ളത്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റിന്റെ ആസ്ഥാനം ഒഡീഷ, സുന്ദർഗഡ്. UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന്റെ ആസ്ഥാനം ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. ഇത് ഓർത്തു വെക്കണം. ദുർഗാപൂർ UK സാങ്കേതിക സഹായം, ആസ്ഥാനം ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. റൂർക്കല ജർമ്മനിയുടെ സാങ്കേതിക സഹായം, ആസ്ഥാനം സുന്ദർഗഡ്, ഒഡീഷ. ഭിലായ് റഷ്യയുടെ സാങ്കേതിക സഹായം, ആസ്ഥാനം ദുർഗ്, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ബൊക്കാറോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ബൊക്കാറോ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന്റെ ആസ്ഥാനം ബൊക്കാറോ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഭിലായ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റ്. സേലം സ്റ്റീൽ പ്ലാന്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, ടിസ്കോ. ടിസ്കോയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല. ടിസ്കോയുടെ ആസ്ഥാനം ജംഷഡ്പൂർ. ജംഷഡ്പൂർ, ജാർഖണ്ഡിലാണ് ടിസ്കോയുടെ ആസ്ഥാനം. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ. ഇസ്കോയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇസ്കോയുടെ ആസ്ഥാനം ബേൺപൂർ, പശ്ചിമ ബംഗാൾ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഭദ്രാവതി, കർണാടക. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തു മാംഗനീസ്. മാംഗനീസ് ആണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തു. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. മാംഗനീസ് ആണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം. മാംഗനീസ് ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. മാംഗനീസ് ഉൽപാദനത്തിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ലോകത്തിൽ മാംഗനീസ് റിസർവുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആണ്. മാറിപ്പോകരുത്. ലോകത്തിൽ മാംഗനീസ് റിസർവുകളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനവും മാംഗനീസ് ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ഉമാണ്. ഇന്ത്യയിൽ നിന്ന് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ഇന്ത്യയിൽ നിന്ന് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. 2/3 ഭാഗവും ഇറക്കുമതി ചെയ്യുന്നത് ജപ്പാനാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ലോഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഗേത്രി.
ഗേത്രി രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി. ഇന്ത്യയിലെ ആദ്യ നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ജാർഖണ്ഡ്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യ നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത്. ചെറിയ ധാതു ഖനികളുടെ വ്യാപാരം ഈ-ലേലം വഴി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ആണ് ചെറിയ ധാതുഖനികളുടെ വ്യാപാരം ഈ-ലേലം വഴി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ: കോലാർ സ്വർണ്ണഖനി, കർണാടക. ഹട്ടി സ്വർണ്ണഖനി, കർണാടക. രാംഗിരി സ്വർണ്ണഖനി, ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ. കോള സ്വർണ്ണഖനി, ഹട്ടി സ്വർണ്ണഖനി, രാംഗിരി സ്വർണ്ണഖനി ഇവയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ. ഇന്ത്യയിലെ ഏക വജ്രഖനി പന്ന, മധ്യപ്രദേശ്. പന്നയാണ് ഇന്ത്യയിലെ ഏക വജ്രഖനി. ഇന്ത്യയിലെ പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങൾ: രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങൾ. വെള്ളി പ്രധാനമായും ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കൊക്കെയാണ്. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി സാവാർ ഖനി, ഉദയ്പൂർ. സാവാർ ഖനിയിലാണ് വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അലുമിനിയത്തിൻ്റെ പ്രധാന അയിര് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ പ്രധാന അയിര്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം കാലഹന്ദി, കൊരാപുത്ത്. കാലഹന്ദി, കൊരാപുത്ത് ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ: ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര. ഒഡീഷ 49%, ഗുജറാത്ത് 24%, ജാർഖണ്ഡ് 9%, ഛത്തീസ്ഗഡ് 8%, മഹാരാഷ്ട്ര 8%. ഇവയാണ് ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്. ഇന്ന് പഠിച്ച ക്ലാസ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ധാതുക്കളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ്, ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഇരുമ്പയിര് കലവറകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ: കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ: ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക, ജാർഖണ്ഡ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ: ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ: ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് പോർട്ടോ നോവോ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് കുൾട്ടി 1870. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് HSLന്റെ 3 യൂണിറ്റുകൾ ഭിലായ്, റൂർക്കല, ദുർഗാപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. കടൽത്തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിൽ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് ടിസ്കോ. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല
വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് VISL. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തു മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. മാംഗനീസ് ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഇന്ത്യയിൽ നിന്ന് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ജപ്പാൻ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഖേത്രി, രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ജാർഖണ്ഡ്. ചെറിയ ധാതുഖനികളുടെ വ്യാപാരം ഈ ലേലം വഴി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ കോളാർ സ്വർണ്ണഖനി, ഹട്ടി, രാംഗിരി. ഇന്ത്യയിലെ ഏക വജ്രഖനി പന്ന, മധ്യപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി സാവാർ ഖനി, ഉദയ്പൂർ. അലുമിനിയത്തിൻ്റെ പ്രധാന അയിര് ബോക്സൈറ്റ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം കാലഹന്ദി, കൊരാപുത്ത്, ഒഡീഷ. ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര.